വാട്ട് എ കംബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വളരെ മികച്ച ഒരു വിജയമായിരുന്നു, അതും തിരിച്ചുവരവിന്റെ ദിവസമായിരുന്നു നമ്മൾ ഇന്ന് കൊച്ചിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. സത്യം പറയാലോ, മത്സരത്തിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ രോമാഞ്ചം വന്നുപോയി. കഴിഞ്ഞ സീസണിൽ 2-4 സ്കോർ ബോർഡിൽ ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിൽ വെച്ച് തകർത്തുവെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് അവരെ ബംഗാളിലേക്ക് മടക്കി അയച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. മത്സരത്തിന്റെ ആദ്യ പകുതിയിലാണെങ്കിലും രണ്ടാം പകുതിയിലാണെങ്കിലും വളരെ മികച്ച ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിച്ചു. ആദ്യ പകുതിയിൽ നമുക്ക് മറക്കാൻ സാധിക്കാത്ത 2 നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ജീസസ് ജിമിനിസിന്റെ ഷോട്ട് ബാറുമേ തട്ടി പോയതും അതുപോലെ രാഹുൽ KPയുടെ മിസ്സായി പോയ ആ ഒരു ചാൻസുമായിരുന്നു. അതുപോലെ മത്സരത്തിൽ ഡിഫൻസിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പ്രീതം കോട്ടാലിന്റെ പേര് ഒരിക്കലും എടുത്തു പറയാൻ മറക്കരുത്. കാരണം കഴിഞ്ഞ സീസണിൽ അത്രത്തോളം വിമർശനം അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ യഥാർത്ഥ ഒരു ഡിഫൻസീവ് ഹീറോ തന്നെയായിരുന്നു പ്രീതം കോട്ടാൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ഥിരമായി നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന 86% ആളുകളും വെറുതെ വീഡിയോ കണ്ടുകൊണ്ട് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെയിറ്റ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ 2 ഗോളുകൾ അടിച്ചുകൊണ്ട് കംബാക്ക് നടത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു വിജയം സ്വന്തമാക്കിയത്. മത്സരത്തിൽ ആദ്യം ഗോൾ സ്കോർ ചെയ്തത് ഈസ്റ്റ് ബംഗാൾ ആയിരുന്നു. ദിമിത്രോസ് ഡാമന്റക്കോസിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു അവർ ഗോൾ സ്കോർ ചെയ്തത്. അതുപോലെ ഗോൾ നേടിയതാണെങ്കിൽ ഒരു മലയാളി താരമായിരുന്നു. ഇനിയാണ് യഥാർത്ഥ കളി. പിന്നീട് വന്ന അറ്റാക്കിൽ നിന്ന് തന്നെ നോവാസ് ദോയി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്വന്തമാക്കി. വെറും ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ പോരാ, കാരണം ആ ഒരു ഗോളിന്റെ എഫക്റ്റ് ഒന്ന് വേറെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ എഫേർട്ടിൽ നിന്നായിരുന്നു ആ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹിസ് സെലിബ്രേഷൻ വാസ് കൂൾ ആൻഡ് അമേസിംഗ്. ദിമിത്രോസ് ഡാമന്റക്കോസിന്റെ ഭാഗത്ത് നിന്ന് മികച്ച അറ്റാക്കുകളും ഷോട്ടുകളും എല്ലാം മത്സരത്തിൽ കണ്ടുവെങ്കിലും അതൊന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനായിട്ട് ഈസ്റ്റ് ബംഗാളിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ജീസസ് ഹിമിനിസിന്റെ പകരക്കാരനെ കൊണ്ട് കളത്തിലിറങ്ങിയ പെപ്രയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ടാമത്തെ വിജയ ഗോൾ സ്വന്തമാക്കിയത്. വാട്ട് എ ഷോട്ട് ആൻഡ് വാട്ട് എ ഗോൾ. നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു ആംഗിളിൽ നിന്നായിരുന്നു അദ്ദേഹം ആ ഒരു ഗോൾ നേടിയത്. ഞാൻ വിചാരിച്ചത് അദ്ദേഹം മറ്റൊരു താരത്തിന് പാസ് നൽകുമെന്നായിരുന്നു. എന്നാൽ വി ആർ ടോട്ടലി റോങ്. അദ്ദേഹം അത് ഡയറക്ട്ലി പോസ്റ്റിലേക്ക് ഇടുകയും ഗോൾ നേടുകയും ചെയ്തു. ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന രീതിയിൽ ഇതെല്ലാം എനിക്ക് ധാരാളമാണ്. എനിക്ക് വളരെയധികം സന്തോഷമായി. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നന്ദി.